ശ്രീമുഖി സങ്കീർത്തനാനഭിനേ സമാരംഭ സന്ധ്യാചാര്യമധ്യം ഭഗവത്പാദം ശങ്കരം ശങ്കരാചാര്യം സൂത്രഭാഷ്യം വന്ദേ പുനഃ ഈശ്വരോ ഗുരുരാത്മേ ദേഹായ ഒരു പരമ്പരയെ സ്മരിച്ചു ബൃഹദാരണ്യം മൂന്നാം അധ്യായം നാലാം ബ്രാഹ്മണൻ. ബ്രഹ്മവ ഇദമഗ്ര ആസീത് തദാത്മാനമേവ അവേദ് അഹം ബ്രഹ്മാസ്മീതി തസ്മാത് തത്സർവമഭവൻ തത് യോ യോ ദേവാനാം പ്രത്യബുദ്ധ്യത സ ഏവ തദഭവത് തഥാ ഋഷീണാം തഥാ മനുഷ്യാണാം തദ്ഹേതത് പശ്യന്ന ശർവാമദേവഃ പ്രതിപേദേ അഹം മനുരഭവം സൂര്യശ്ചേതി തദിദമപ്യദർഹി ഏവം വേദ അഹം ബ്രഹ്മാസ്മീതി സ ഇദം സർവം ഭവതി തസ്യ ന ദേവാശ്ചന അഭൂത്യ ഈശതി ആത്മഹ്യേഷാം സ ഭവതി അഥ യോ അന്യാം ദേവതാം ഉപാസ്ഥേ അന്യോ അസോ അന്യോഹമസ്മീതി ന സ വേദ യഥാ പശുരേവം സ ദേവാനാം യഥാ വൈ ബഹവഃ പശവോ മനുഷ്യം ഭുഞ്ജിയോ ഏവം ഏകൈകഃ പുരുഷോ ദേവാൻ ഭുനക്തി ഏകസ്മിന്നേവ പശാവാദീയമാനേ പ്രിയം ഭവതി കിമു ബഹുഷു തസ്മാദേഷാം തന്ന പ്രിയം ഏതേതന്മനുഷ്യാ വിദ്യോ ബ്രഹ്മി കോ അസു ആത്മാ സ്വാഭാവികോ യമാത്മാനം വിദിതവത് ബ്രഹ്മ ന സ്മരസ്യാത്മാനം ദർശിതോ ഹ്യസൂയ ഇഹ പ്രവിശ്യ പ്രാണിത്യപാനിതി വ്യാനിത്യുദാനിതി സമാനിരീതി നന്വസോ ഗൗരസോ വശ്വ ഇത്യവ അസോ വിദിശ്യതേ ഭവതാ നാത്മാനം പ്രത്യക്ഷം ദശ്യേതി എവം ദ്രഹേ ദൃഷ്ടാ ശ്രോതാ മന്ദ വിജ്ഞാത ആത്മേതി. ആത്മാവിനെ കുറിച്ച് പറഞ്ഞു യമാത്മാനം വിദിതവത് ബ്രഹ്മ, ഏതൊരുവനാണോ തന്നെ അറിയുന്നത് അവൻ ബ്രഹ്മം തന്നെ. അതിന് ലക്ഷണങ്ങളും പറഞ്ഞു. അങ്ങനെ പ്രാണിതി അപാനിതി പ്രാണനാദി വ്യാപാരങ്ങൾ ഈ ശരീരത്തിൽ ചെയ്യുന്നതാണ് ആത്മാവ്. അപ്പോൾ ഇവിടെ ചോദിച്ചു,
ഇത് പശുവാണ്, ഇത് അശ്വമാണ് എന്നിങ്ങനെ പറയുന്നത് പോലെ നിങ്ങൾ ആത്മാവിനെ വർണ്ണിക്കുന്നു. നിങ്ങളുടെ എന്താണ് ആത്മാവെന്ന് പ്രത്യക്ഷമായി കാണിക്കുന്നല്ലോ. അതാണ് അതിന്റെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ മനസ്സിലാക്കേണ്ടത്, അതിനറിയേണ്ടത് ഇങ്ങനെ അറിയുക. ദ്രഷ്ടാവായും ശ്രോതാവായും മന്ദാവായും വിജ്ഞാതാവുമെല്ലാം ഇരിക്കുന്നതാണ് ആത്മാവ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ശ്രീന്തനു അത്രാപി ദർശനാദി ക്രിയാകർത്തൃ സ്വരൂപം ന പ്രത്യക്ഷം ദർശയസി. വീണ്ടും പറയുന്നു, ആത്മപ്രത്യക്ഷം എന്ന് പറയുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ആത്മാവ് പ്രത്യക്ഷമാകുമോ? ആകുമെങ്കിൽ എങ്ങനെ? അതാണ് ഇവിടെ വീണ്ടും ആത്മാവിനെ പ്രത്യക്ഷമായി കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ അത് ശ്രോതാവാണ്, അല്ലെങ്കിൽ മന്ദാവാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? ശ്രോതാവ് ശ്രവിക്കുന്നവൻ, മന്ദാവ് മനനം ചെയ്യുന്നവൻ, വിജ്ഞാതാവ് അറിയുന്നവൻ, ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നവനാണ് ആത്മാവെന്നാണ് മനസ്സിലാകുന്നത്. അത്രാവി ദർശനാദി ക്രിയാകർത്തൃ. മനനം എന്ന് പറയുന്ന ക്രിയ, ആ ക്രിയ ചെയ്യുന്നവൻ, ആ പ്രവൃത്തി ചെയ്യുന്നവൻ മന്ദ എന്ന് പറയും. ക്രിയാകർത്താവ്. ആ ശബ്ദത്തിൽ നിന്ന് അതല്ലേ മനസ്സിലാക്കാൻ പറ്റും. മന്ദ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ താല്പര്യം. വിജ്ഞാത എന്ന് പറയുന്നത്, ശ്രോത എന്ന് പറയുന്നിടത്ത് എല്ലാം, കാരണം അർത്ഥം മനസ്സിലാക്കേണ്ടത് ശബ്ദത്തിൽ നിന്ന്. അതിന് ശബ്ദത്തിന്റെ സാമാന്യ നിയമങ്ങളെ മനസ്സിലാക്കാതെ അർത്ഥം മനസ്സിലാക്കിയാൽ അത് പിന്നെ കൽപ്പനയായിരിക്കും. ഒരു ശബ്ദത്തിൽ നിന്ന് ഓരോരുത്തർക്കും അവരുടെ ഭാവന അനുസരിച്ച് എന്തും ചെയ്യാവുന്നത്. അതുകൊണ്ടാണ് ശബ്ദവ്യവസ്ഥ. മന്ദ, ആ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? മനനകർത്ത. മനധാതുവിൽ നിന്ന് കർത്തരി പ്രത്യയം വന്നു കഴിഞ്ഞാൽ മനനകർത്ത എന്ന് വരും. ശ്രോത, വിജ്ഞാത എല്ലായിടത്തും അതാർത്ഥം. ആത്മാവിനെ ഒന്ന് പ്രത്യക്ഷമായി കാണിച്ചു തരണം എന്ന് പറയുമ്പം പറയുന്നു ആത്മാവ് മന്ദാവാണ്, മനനം ചെയ്യുന്നവനാണ്. എന്താ മനസ്സിലാക്കുന്നത്? മനനം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ആരിലാണോ നടക്കുന്നത്, ആ പ്രവൃത്തി ചെയ്യുന്നവൻ ആത്മാവ്. ഇതുകൊണ്ട് പ്രത്യക്ഷമാകും. ഇത്രയും പറയുന്നതുകൊണ്ട് ആത്മാവ് പ്രത്യക്ഷമാകുന്നില്ലല്ലോ. ദർശനാദി ക്രിയാകർത്തൃ സ്വരൂപം എന്ന പ്രത്യക്ഷം ദർശി. ഇത്രയും മനസ്സിലായി, അറിയുന്നവനാണ്. അതെങ്ങനെയും പറയാം. കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യുന്നവന്റെ, ആ പ്രവൃത്തികൾ ചെയ്യുന്നവന്റെ ആ സ്വരൂപത്തെ പ്രത്യക്ഷമായി കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അറിവേ ഉണ്ടാകുന്നുള്ളൂ. ഇതാണ് ആത്മബോധം, ആത്മപ്രത്യക്ഷം എന്നെല്ലാം പറയുന്നത്. അതുമല്ല, അങ്ങനെ പറയുമ്പോൾ വേറെ ദോഷമുണ്ട്. എന്താണ്? നഹി ഗമ്യരേവ ഗന്ധു സ്വരൂപം ചിതിർവാച്യത്തു. നടക്കുക, ഛേദിക്കുക, ഓരോ പ്രവൃത്തികളാണ്. ഗമി, ചിതി, ഛേദിക്കുക. അപ്പോൾ ആ പ്രവൃത്തിയിലൂടെ അറിയുമ്പോൾ ആ പ്രവൃത്തിയാണ് വ്യക്തി എന്നാണ് ധരിക്കേണ്ടത്. മന്ദ മനനം ചെയ്യുമ്പോൾ ആ മനനമാണ് ആത്മാവിന്റെ സ്വരൂപം എന്ന് ധരിക്കണമോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാൾ നടക്കുമ്പോൾ നടക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് അയാളെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ സാധ്യമല്ല. കാരണം അയാൾ നടക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നു, മറ്റു പ്രവൃത്തികളും ചെയ്യുന്നുണ്ടല്ലോ. ഛേദിക്കുക, ആ ഛേദനക്രിയയാണ് ആ പ്രവൃത്തി ചെയ്യുന്നവനെന്ന് വരുമോ? വരത്തില്ല. അതൊന്നും സംഭവിക്കാറില്ല. അതായത് ഇതിനൊരു ക്രിയാസ്വരൂപമായിട്ട് അല്ലല്ലോ മനസ്സിലാക്കേണ്ടതെന്നാണ്. സാധാരണ അങ്ങനെ പറയാറുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ആത്മാവ് എന്ന് പറയും. അറിയുക എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി രൂപമാണ് ആത്മാവെന്ന് പറയുന്നത്. ചോദ്യത്തിന്റെ താല്പര്യം അതാണോ? പറയുന്നല്ലോ, തർഹി
ദൃഷ്ടേഹേ ദ്രഷ്ട ശ്രുതേഹേ ശ്രോത മതേഹേ മന്ദ വിജ്ഞാതേഹേ വിജ്ഞാത. എന്നാൽ ഇങ്ങനെ മനസ്സിലാക്കും. കുറച്ചുകൂടി തെളിച്ച് പറയാം. ദൃഷ്ടേഹേ, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കാണുക, ദർശനക്രിയ, കാണുക എന്ന് പറയുന്ന പ്രവൃത്തി, അതിന്റെ ദഷ്ടാവായിരിക്കുന്നവൻ എന്ന് മനസ്സിലാകും. കാണുന്നുണ്ടല്ലോ, ആ കാണുക എന്ന് പറയുന്ന പ്രവൃത്തി എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ശ്രുതേഹേ ശ്രോത, ഇത് പലതവണ വന്നിട്ടുണ്ട്. കേൾക്കുക എന്ന് പറയുന്ന പ്രവൃത്തി എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മതേർമന്ത, മനനം, അതെവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല ആ ക്രിയകളെയല്ല എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ക്രിയാസ്വരൂപമല്ല. വിജ്ഞാതേഹേ വിജ്ഞാത, അറിവ്, അറിയുന്നവനെന്ന് ധരിക്കണ്ട. അറിവെന്ന് പറയുന്നത് ജാഗ്രത സ്വപ്നങ്ങളിൽ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് മനസ്സിന്റെ പ്രവൃത്തിയാണ്. ഇങ്ങനെ ഒരു അറിവ് എവിടെയാ സംഭവിക്കുന്നത്, അതാണ് വിജ്ഞാതേഹേ വിജ്ഞാത. അത് സ്പഷ്ടമല്ലേ? ഞാനാണ് അറിയുന്നത്, ഞാനാണ് കേൾക്കുന്നത്, ഞാനാണ് ശ്രവിക്കുന്നത്. അങ്ങനെ ആത്മാ, നീ തന്നെയാണ് ആത്മാവ്. മറിച്ച് നിന്റെ കാണലോ കേൾക്കലോ ശ്രവിക്കലോ ഇത്തരം പ്രവൃത്തികളൊന്നുമില്ല. അതെല്ലാം ഉള്ളിലാണ് നടക്കുന്നത്, മനസ്സിന്റെ തലത്തിലാണ് നടക്കുന്നത്. പക്ഷെ ആ പ്രവൃത്തികൾക്കെല്ലാം ആധാരമായിരിക്കുന്നത് എന്ന് ആത്മാവിനെ ഗ്രഹിക്കുന്നതാണ് അതിന്റെ പ്രത്യക്ഷം. ഇങ്ങനെ ആത്മാവിനെ ബോധിപ്പിക്കാൻ കഴിയും എന്നാണ്. നന്നത്ര കോ വിശേഷോ ദൃഷ്ടരി. അങ്ങനെ പറയുന്നുണ്ട്. എന്താ വിശേഷിച്ച് ധരിക്കേണ്ടത് എന്ന് വീണ്ടും ചോദിക്കുന്നു. ദൃഷ്ടാവെന്നൊക്കെ ബോധിക്കണമെന്ന് പറഞ്ഞു. ദൃഷ്ടിയല്ല, ദൃഷ്ടാവ്. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കാണൽ. ദൃഷ്ടാവെന്ന് പറയുന്നത് കാണുന്നവൻ. അങ്ങനെ ദൃഷ്ടഹേ ദൃഷ്ട. കാണുക എന്ന് പറയുന്നൊരു ചക്ഷുരേന്ദ്രിയത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അതും മനസ്സും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എന്തിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്? ദൃഷ്ടാവ്. കണ്ണിന്റെ പ്രവൃത്തിക്കെല്ലാം ദൃഷ്ടാവായിരിക്കുന്നവനെന്ന് പറഞ്ഞാൽ ഈ ബാഹ്യമായ പ്രപഞ്ചത്തെ ശബ്ദസ്പർശരൂപരസഗന്ധരൂപത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കുന്നവനാണ് ദൃഷ്ടാവെന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ദൃഷ്ടാവെന്ന് പറഞ്ഞാൽ യദി ദൃഷ്ടേഹേ ദൃഷ്ട യദിവ ഘടസ്യ ദൃഷ്ട സർവദാപി ദൃഷ്ടായവ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്താണ് ആത്മാവ്? ദൃഷ്ട. ഇതെല്ലാം കാണുന്നവൻ. കാണലല്ല, ഇതെല്ലാം കാണുന്നവൻ. ഉള്ളിലുള്ള മനസ്സിന്റെ പ്രവൃത്തികളോ അല്ലെങ്കിൽ ബാഹ്യമായ വസ്തുക്കളെയാണോ എന്ന് പറഞ്ഞാൽ മതി. ശ്രുതി അങ്ങനെയല്ല പറയുന്നത്. ദൃഷ്ടേഹേ ദൃഷ്ട ശ്രുതേഹേ ശ്രോത മതേഹേ മന്ദ ഇങ്ങനെ പറയുന്നു. കേവലം ദൃഷ്ടാവെന്ന് പറഞ്ഞാൽ മതി. സർവത്തെയും ഗ്രഹിക്കുന്നവൻ. ദൃഷ്ടവ്യേവതു ഭവാൻ വിശേഷമഹ ദൃഷ്ടേ ദൃഷ്ട. അതിനാണല്ലോ ഇവിടെ അറിയേണ്ടത്. ദൃഷ്ടി, ഈ കാണൽ, ഇതിനറിയേണ്ടതില്ല. കാരണം ഇതിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള പ്രവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ വിശേഷിച്ചറിയേണ്ട എന്താണ്? ഇതെല്ലാം എവിടെ സംഭവിക്കുന്നു? അത് അതിന്റെ പ്രത്യക്ഷം. അത് ഈ പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് അതിന്റെ പ്രത്യക്ഷം സംഭവിക്കുന്നില്ലെന്നാണ് നമ്മൾ സാധാരണ പരാതി പറയുന്നത്. അത് തന്നെ ആവർത്തിച്ച് ഇത് കേട്ടിട്ടും അനുഭവം വരുന്നില്ല എന്നാണ്. അനുഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെന്തോ അത് വരുന്നില്ലെന്നാണ്. അനുഭവം വരുന്നില്ലെന്ന് പറഞ്ഞതിന്റെ താല്പര്യം.
ദൃഷ്ടാദ്വൈതി ദൃഷ്ടേരിവ ഘടസ്യ ദൃഷ്ട ദൃഷ്ടേവ. നമ്മൾ ചോദിക്കുന്നത് ആത്മാവിന്റെ കുറിച്ച് വർണ്ണിക്കുന്നു, ആത്മാവിന്റെ പ്രത്യക്ഷം ഉണ്ടാകുന്നില്ലെന്നാണ്. അത് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറയുന്നത്? ദൃഷ്ട ഹേ ദൃഷ്ട. അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ദൃഷ്ടേരിവ ഘടസ്യ ദൃഷ്ടാദൃഷ്ടേവ. അതിപ്പോ കണ്ണിന്റെ കണ്ണെന്നോ മനസ്സിന്റെ മനസ്സെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഈ കാണുന്നതെല്ലാം ത്തിന്റെയും കാഴ്ചക്കാരനായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പറയുന്നു എന്നാ വിശേഷോപത്തേഹേ, അല്ല, ഈ പറയുന്നതിൽ ചില വിശേഷതകളുണ്ട്. ദൃഷ്ടേഹേ ദൃഷ്ട എന്ന് പറയുന്നതിൽ എന്താണ്? അസ്ത്യത്ര വിശേഷോ യോ ദൃഷ്ടേഹേ ദൃഷ്ട സദൃശ്ചേദ്ഭവതി നിത്യമേവ പശ്യതി ദൃഷ്ടിം ന കദാചിതവി ദൃഷ്ടിർന ദൃശ്യതേ ദൃഷ്ട. അതിന് പ്രത്യേകതയുണ്ട്. ഈ പാത്രത്തെ കാണുന്നവൻ, അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെ കാണുന്നവൻ, പുസ്തകത്തെ കാണുന്നവൻ, മേശയെ കാണുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. കാരണം ഈ കാഴ്ചകളൊന്നും എപ്പോഴും ഉള്ളതല്ലല്ലോ. പുസ്തകത്തെ കാണുന്നു, അല്പം കഴിഞ്ഞ് ആ കാഴ്ച പോയി, മേശയെക്കുറിച്ചുള്ള കാഴ്ചയായി. ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിന്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് അസ്ത്യത്ര വിശേഷം എന്നറിയോ? ദൃഷ്ടേഹേ ദൃഷ്ട സദൃശ്ചേദ്ഭവതി നിത്യമേവ പശ്യതി ദൃഷ്ടി. അതുകൊണ്ട് ഇവിടെ ദൃഷ്ടേഹേ ദൃഷ്ട, ഒന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുക. ആ കണ്ടുകൊണ്ടിരിക്കുന്നതിന് മുമ്പിൽ വിഷയങ്ങളുണ്ട്. പക്ഷെ ഈ കാഴ്ച മാറിക്കൊണ്ടേയിരിക്കുന്നു വിഷയങ്ങൾക്കനുസരിച്ച്. പക്ഷേ പല പല വിഷയങ്ങൾ മാറിക്കൊണ്ടുവരുമ്പോഴും അവിടെ കാഴ്ചയെന്ന് പറയുന്ന ഒരു പ്രക്രിയ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ കാഴ്ചയ്ക്ക് വ്യത്യാസം വരുന്നു. കാഴ്ച തുടരുന്നു, ഒന്നിനെ വിട്ട് വേറൊന്നിനെ വിട്ട്. ചിലപ്പോൾ കാണുകയായിരിക്കും, ചിലപ്പോൾ കേൾക്കുകയായിരിക്കും, മണക്കുകയായിരിക്കും, രുചിക്കുകയായിരിക്കും. അവിടെയെല്ലാം വിഷയങ്ങൾ മാറുന്നു. പക്ഷെ അവിടെയെല്ലാം ഇതെല്ലാം ഒരു അനുഭവമാണല്ലോ, ഒരു കാഴ്ചയാണല്ലോ. ആ കാഴ്ചയുടെ ഒരു അനുസ്യൂതതയുണ്ട്. ജാഗ്രതത്തിന് മുഴുവൻ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നുകിൽ പുറമേ കാണും, അല്ലെങ്കിൽ അകമേ കാണും, എന്തിനെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. കാണുക എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ട് കാണുക മാത്രമല്ല, മണക്കുകയോ രുചിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ബാഹ്യമായ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അവിടെ വിഷയങ്ങളെല്ലാം മാറുന്നു, പക്ഷെ ആ കാഴ്ച അനുസ്യൂതമായിരിക്കുന്നു. വിഷയങ്ങൾ മാറുന്നതനുസരിച്ച് കാഴ്ചയ്ക്ക് അവിടെ വ്യത്യാസം വരുന്നു. അതിന് തുടർച്ചയുണ്ടെങ്കിലും കാണലല്ലോ കേൾക്കുക എന്ന് പറയുന്നു, അതെല്ലാം മണക്കുക, അതെല്ലാം രുചിക്കുക. ഇവിടെ എല്ലാ ദർശനം അതിന് വ്യത്യാസം വരുന്നു. പക്ഷെ അതിന്റെ പിന്നിലേക്ക് പോവുക. ഈ വ്യത്യസ്തമായ അനുഭവങ്ങൾ, അതാണ് ദൃഷ്ടി. അതിന്റെ ദൃഷ്ടാവ്, അതിന് മാറ്റം സംഭവിക്കുന്നില്ല. ഈ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മൾ വ്യത്യസ്തമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇത് വെവ്വേറെയാണ്. ശബ്ദസ്പർശ രൂപരസാദി അനുഭവങ്ങൾ ഓരോന്നും വേറെ വേറെയാണ്. പക്ഷെ ഈ വേറെ വേറെയുള്ള അനുഭവങ്ങളെല്ലാം സംയോജിപ്പിക്കുന്നവരെല്ലാം, അല്ലെങ്കിൽ ഏതൊരിടത്താണോ ഏതൊരു സ്ഥലത്തിലാണോ ഇതെല്ലാം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്, ഏതൊരു പ്രതലത്തിലാണോ നിരവധി ചിത്രങ്ങൾ മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്, അത് നിത്യദൃഷ്ടി, അതാണ് ദൃഷ്ടാവ്. ശരി, സദൃഷ്ടിച്ചേദ്ഭവതി നിത്യമേവ ഭവതി ദൃഷ്ടിം. അപ്പോ ഈ അറിവിന്റെ ഈ ഒഴുക്ക്, ജാഗ്രത സ്വപ്നങ്ങൾ തുടർച്ചയായിട്ടുള്ള ഈ ഒഴുക്ക്, ഇതിന്റെ ദൃഷ്ടി അത് നിത്യമാണ്.
ഈ അറിവിന്റെ ഒഴുക്ക് നിത്യമല്ല. കാരണം അത് വിഷയങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ദർശനങ്ങളെല്ലാം ഗ്രഹിക്കുന്നവൻ സാധാരണ പറയും ഈ ദർശനങ്ങൾക്കെല്ലാം സാക്ഷിയായിരിക്കുന്നവൻ. അതിന് മാറ്റമില്ലാത്തതുകൊണ്ടാണ് അതിന് സാക്ഷി എന്ന് പറയുന്നത്. ഈ ദർശനങ്ങളെല്ലാം എവിടെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെയെന്ന് ചോദിച്ചാൽ എന്ന് പറയും തന്നിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്റെ തന്നെ അറിവിന് താൻ തന്നെ സാക്ഷിയായിരിക്കുന്നു. തന്നിലിരിക്കുന്ന ആ സാക്ഷിസ്വരൂപം, സാക്ഷി എന്നതിനെ വിളിക്കുന്ന എന്തുകൊണ്ട് മാറുന്ന ഓരോ അറിവിനും അത് ആധാരമായിരിക്കുന്നു. ഈ മാറുന്ന ഓരോ അറിവും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെവിടെ തന്നിലാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ നീ കാണുന്നുണ്ടോ? ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. മണക്കുന്നു, രുചിക്കുന്നു. ശരി, ഇതെല്ലാം ഒരു പ്രവൃത്തിയാണോ? അല്ല. ഇതെല്ലാം ഒരു അറിവാണോ? അല്ല. എന്നാൽ ഈ അറിവുകളെല്ലാം ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഈ അറിവുകളെല്ലാം എവിടെ സംഭവിച്ചു? ആത്യന്തികമായി അതെവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് എന്നിൽ തന്നെ. അപ്പൊ ഞാൻ മാറ്റമില്ലാതെ ഇതിനെല്ലാം ആധാരമായിരിക്കുന്നു. ഇതാണ് തന്നെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള അറിവ്. ദൃഷ്ടിസ്ഥിതി നിത്യമേവ പശ്യതി ദൃഷ്ടി. ഈ അറിവിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഈ അറിവുകളും മാറി മാറി കൊണ്ടിരിക്കുന്ന അറിവുകളും ഏതൊന്നിലാണോ നിൽക്കുന്നത് അത് ദ്രഷ്ടാവ്, ഈ അറിവ് ദൃഷ്ടി. കഥാചിത്തപി ദൃഷ്ടിർന ദൃശ്യതേ ദ്രഷ്ട. ഈ ദ്രഷ്ടാവ് അതൊരിക്കലും ഇതിനെ കാണാതിരിക്കുന്നില്ല. ജാഗ്രത തുടർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ അറിവിന്റെ ഒഴുക്ക് അതിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദർപ്പണത്തിലെ ദൃശ്യം പോലെ നീയാകുന്ന ദർപ്പണത്തിൽ ഈ ദൃശ്യങ്ങൾ മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദർപ്പണം അത് മാറാതിരുന്നാലേ ഈ ദൃശ്യങ്ങളെ അതിന് പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഒരിക്കലും അങ്ങനെ ആ ദർപ്പണത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന നീ ആത്മാ, അതിന്റെ മുമ്പിൽ നിന്ന് ഈ ദർശനത്തിന് ഒരിക്കലും മാറാൻ കഴിയത്തില്ല. ആ ദർശനം അവിടെ പ്രത്യക്ഷപ്പെടുക എന്നാൽ ആ സാക്ഷിക്ക് അതിനറിയാൻ കഴിയാതിരിക്കുക, അങ്ങനെ സംഭവിക്കില്ല എന്നർത്ഥം. ദർപ്പണത്തിന്റെ മുമ്പിൽ സൂര്യൻ വരിക, ദർപ്പണത്തിൽ അത് പ്രതിഫലിക്കാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. അതല്ല കഥാചിത്തപി ദൃഷ്ടിന് ദൃശ്യതേ ദൃഷ്ട. സദാസമയവും ഏത് സമയത്താണോ ഈ ദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴെല്ലാം ആ ദർശനത്തിന് സാക്ഷിയായി ആ ദൃഷ്ടി ഉണ്ട്, ദ്രഷ്ടാവ്. ആ ദ്രഷ്ടാവിലാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആത്മാ, അത് നീയാണ്. അങ്ങനെ അതിനെ അറിയുന്നതാണ് അതിന്റെ പ്രത്യക്ഷം. അതങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? അറിവാണ്, ബോധമാണ്, ജ്ഞാനമാണ്, ചൈതന്യമാണ് എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ തെറ്റിദ്ധാരണയുണ്ടാവും. അറിവ്, ബോധം അത് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു. ദർശനം തന്നെ കാണുക എന്നതിനെ എടുത്തു കഴിഞ്ഞാൽ വിഷയങ്ങൾക്കനുസരിച്ച് അത് മാറുന്നു. ഓരോ ഇന്ദ്രിയങ്ങളിലും പരസ്പരം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. കാരണം ആ വിഷയങ്ങൾ വ്യത്യസ്തങ്ങളായതുകൊണ്ട് അതുമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ആധാരമായിരിക്കുന്നത്
അതിൻ്റെ ഏതൊന്നിൻ്റെ മുമ്പിലാണോ ദർശനം വന്നു കഴിഞ്ഞാൽ അതിന് മാറാൻ കഴിയാത്തത്, അത് വന്നു കഴിഞ്ഞാൽ അത് സാക്ഷി അതിനെ ഗ്രഹിച്ചിരിക്കുന്നു. സാക്ഷിക്ക് അത് ഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. സാക്ഷിവേദ്യമായിരിക്കുന്നു. തത്ര ദൃഷ്ടു ദൃഷ്ട്യ നിത്യതയാ ഭവിതവ്യം. അവിടെ മനസ്സിലാക്കുന്ന എന്താണ്? ഈ ദൃഷ്ടി, ഈ കാണൽ, കാണുക, കേൾക്കുക, മണക്കുക, ഈ വ്യാപാരം, ഈ പ്രവർത്തനം, മനസ്സിന്റെ ഈ പ്രവർത്തനം, ഇത് മാറുന്നതാണ്. ജാഗ്രതത്തിൽ അത് ഒരു രീതിയിലിരിക്കുന്നു അനുസ്യൂതമായി, സ്വപ്നത്തിൽ അത് മറ്റൊരു രീതിയിലിരിക്കുന്നു, സുഷുപ്തിയിൽ ആ ദർശനമില്ല, അവിടെ ദർശനമില്ല. പക്ഷേ ഈ മൂന്ന് സ്ഥലത്തും ഒരേ രൂപത്തിൽ, തുരിയ രൂപത്തിൽ ആ ദഷ്ടാവിരിക്കുന്നു. അതിനെ പറയാം എന്താണ്? അത് നിത്യദൃഷ്ടി എന്ന് വേണമെങ്കിലും പറയാം, ദഷ്ടാവിനെ ദൃഷ്ടി എന്നും പറയാം. കാരണം അത് സദാസമയം ഇതെല്ലാം തന്റെ മുമ്പിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള ആധാരമായി സ്ഥിതി ചെയ്യുന്നു. തത്ര ദൃഷ്ടു ദൃഷ്ട്യ നിത്യയാ ഭവിതവ്യം. അതുകൊണ്ട് അതിനെ പറയാം, ഈ വിഷയങ്ങളെല്ലാം ഗ്രഹിക്കുന്ന അറിവ് അതൊരു ദൃഷ്ടിയാണെങ്കിൽ ആ എല്ലാ അറിവിനെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാവ് അറിവിന്റെ ദൃഷ്ടിയാണ്. ശബ്ദങ്ങളിലല്ല, ശബ്ദത്തിന്റെ താല്പര്യത്തിലാണ്. എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കുന്ന ഒരു ദൃഷ്ടിയുണ്ട്. അതിന് നമ്മൾ സാമാന്യമായ അറിവെന്ന് പറയും. എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നുടനെ ദൃഷ്ടാവെന്നും പറയാം. അത് ഗ്രഹിക്കുക എന്ന് പറയുന്നതിന്റെ സ്വഭാവമായതുകൊണ്ട് അതിനെ ദൃഷ്ടി എന്നും പറയാം. വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവം, ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവം, അത് ദൃഷ്ടാവായും അതേസമയം ദൃഷ്ടിയായും ഇരിക്കുന്നു. എല്ലാത്തിനും ഗ്രഹിക്കുന്നുണ്ട് അതിനെ ദൃഷ്ടാവെന്ന് പറയും. എന്നാൽ അത് സ്വയം ഗ്രഹണരൂപമായതുകൊണ്ട് അതിനെ ദൃഷ്ടി എന്ന് പറയാം. ഇത് വിഷയങ്ങളെ വിടുക, ആ ദൃഷ്ടാവായും ദൃഷ്ടിയായും ഇരിക്കുന്ന ഈ അനുഭവങ്ങളെടുക്കുക, വിഷയാനുഭവങ്ങൾ. ആ അനുഭവങ്ങൾക്ക് പിന്നിൽ ഉള്ള ദൃഷ്ടാവ്, അത് നമ്മൾ സാക്ഷി എന്ന് പറയും. അത് ഈ അനുഭവങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നത് ദൃഷ്ടിയുമാണ്. എവിടെ ഇത് സംഭവിക്കുന്നത്? ഒരു പ്രതിഫലനം ഉണ്ടാവണമെങ്കിൽ പ്രതിഫലിപ്പിക്കാനൊരു ദർപ്പണം വേണം. അതുപോലെ ഈ നാനാത്വങ്ങളായ അറിവുകളെ ഏകോപിപ്പിച്ച് എവിടെയാണോ പ്രകാശിപ്പിക്കുന്ന ആ സ്ഥാനം, അത് ഈ അറിവാകുന്ന ദൃഷ്ടിയുടെ ദൃഷ്ടിയാണ്. ആ സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ദൃഷ്ടാവുമാണ്. അതിനെ പറയുന്നു സർവസാക്ഷി, അതിനെ പറയുന്നു വിജ്ഞാനം, ജ്ഞാനം, അറിവ്, ചിത്ത്, ചേതന, ചിതി, പല ശബ്ദങ്ങളിൽ പറയുന്നു. മനസ്സിനും പിന്നിലുള്ളത്. തത്ര ദൃഷ്ടു ദൃഷ്ടിയ നിത്യ, അത് നിത്യമാണ്. നിത്യം എന്നെന്തുകൊണ്ട് പറയുന്നു? ഇന്നലെ ഉണ്ടായിരുന്നു, നാളെ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിൽ ഒരു ജീവന്റെ ഇന്നലെ നാളെ എല്ലാം ഇതെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. ഭൂതവും വർത്തമാനവും ഭാവിയും ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിൽ അവിടെ അത് നിത്യമായി സ്ഥിതി ചെയ്യുന്നു. ആ നിത്യമായിരിക്കുന്ന അറിവ് അത് ഈ കാണുന്ന എല്ലാ ദൃഷ്ടികളുടെയും ദൃഷ്ടിയാണ്. ഈ കാണുന്ന എല്ലാ അറിവിന്റെയും അറിവാണ്. കണ്ണിന് കണ്ണ്, അനിത്യ ദൃഷ്ടു ദൃഷ്ടി തത്ര ദൃശ്യ യാ ദൃഷ്ടി സ കഥാചിത് ന ദൃശ്യേതാപി.
ഈ പറയുന്നു ആ ദൃഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്ന ദൃഷ്ടി, സ്വയം ദൃഷ്ടാവായി തന്നെ ഇരിക്കുന്ന ദൃഷ്ടി, സാക്ഷിയായിരിക്കുന്ന ദൃഷ്ടി, ആത്മാവായിരിക്കുന്ന ദൃഷ്ടി, ഇങ്ങനെയെല്ലാം പറയും. അതിന് ദൃഷ്ടി എന്തുകൊണ്ട് പറയുന്നു? അതാണ് എല്ലാത്തിനെയും കാണുന്നത്. ശബ്ദസ്പർശരൂപരസാദി ജ്ഞാനമെല്ലാം അതിനാണ്. അവിടെ അത് സംഭവിക്കുന്നു. ഇവിടെ തന്നിൽ തന്നെ അത് സംഭവിക്കുന്നു. അപ്പൊ താൻ എല്ലാ ദൃഷ്ടികളുടെയും ദ്രഷ്ടാവായിരിക്കുന്ന ദൃഷ്ടിയാണ്. ഇവിടെ ദ്രഷ്ടാവ് ദൃഷ്ടി എന്നുള്ള ഭേദം പറയാൻ പറ്റത്തില്ല. സ്വസാക്ഷി രൂപത്തിൽ അങ്ങനെ ദ്രഷ്ടാവ് ദൃഷ്ടി എന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. ഇവിടെ അങ്ങനെയല്ല. പുസ്തകം, അതിനെക്കുറിച്ചുള്ള അറിവ്, അത് പുസ്തകത്തെ സംബന്ധിച്ചുള്ള ദൃഷ്ടി. അറിവുള്ളവൻ ദ്രഷ്ടാവ്, ദ്രഷ്ടാവ് ദൃഷ്ടി, ഇങ്ങനെ വേർതിരിക്കാൻ പറ്റും. പക്ഷെ സാക്ഷിയിൽ അങ്ങനെയല്ല. സാക്ഷിയിൽ ജാഗ്രത സ്വപ്നങ്ങളുടെ സർവ്വകാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ദൃഷ്ടിയാണ്. പക്ഷെ അത് ആ സാക്ഷി സ്വരൂപം തന്നെ. കാരണം അത് ചൈതന്യ സ്വരൂപമാണ് സാക്ഷി. സർവത്തെയും പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് ചൈതന്യത്തിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം തന്നെയാണ് ആ സാക്ഷി, തന്റെ ഉള്ളിൽ താനായിരിക്കുന്ന സാക്ഷി, പരമാർത്ഥത്തിൽ താനായിരിക്കുന്ന സാക്ഷി. അത് സർവത്തെയും പ്രകാശിപ്പിക്കുന്നുണ്ടതിനെ ദൃഷ്ടി എന്ന് പറയാം. സർവപ്രകാശത്തിനും ആധാരമായിരിക്കുന്നുണ്ട് അതിനെ ദ്രഷ്ടാവെന്നും പറയാം. ഇവിടെ പുസ്തകത്തെ കാണുമ്പോൾ നമുക്ക് പറയാം മേശയെ കാണുന്നില്ല. ഈ ദൃഷ്ടി, പുസ്തകത്തെ കാണുക എന്ന് പറയുന്നത് ദൃഷ്ടി, അതിന് മാറ്റം സംഭവിക്കുന്നു. ഒന്നിനെ കാണുമ്പോൾ മറ്റൊന്നിനെ കാണാൻ കഴിയുന്നില്ല. എന്നാരാ പറയുന്നത്? താൻ തന്നെ. ഞാനിതിനെ കാണുന്നു, മറ്റേതിനെ കാണുന്നില്ല. ഞാനിതിനെ അറിയുന്നു, വേറെതിനെ അറിയുന്നില്ല. ഞാൻ മണക്കുന്നു, രുചിക്കുന്നില്ല. ഇങ്ങനെ പറയുന്ന ഈ ദ്രഷ്ടാവ് സർവദൃശ്യങ്ങളുമായി സർവ അറിവുകളുമായി പ്രകാശിക്കുമ്പോൾ ഈ ദൃഷ്ടാവ്, ഈ സാക്ഷി സർവ അറിവുകളുമായി പ്രകാശിക്കുകയാണ്. ഈ സാക്ഷിയിൽ സർവ അറിവുകളും മാറി മാറി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാക്ഷിയുടെ മുമ്പിൽ അറിവുകൾ പ്രത്യക്ഷപ്പെടുക, സാക്ഷി അതിനെ അറിയാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. സാ കഥാചെന്ന ദൃശ്യത അങ്ങനെ സംഭവിക്കില്ല. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഉള്ളിൽ ബാഹ്യമായ കാര്യം പോട്ടെ, ഇതിനെ കാണുന്നു, കാണാതിരിക്കുന്നു. പക്ഷെ തന്റെ ഉള്ളിൽ ഒരറിവുണ്ടാകുക, ഏതെങ്കിലും തരത്തിൽ താനതിനെ കാണാതിരിക്കുക, അങ്ങനെ സംഭവിക്കത്തില്ല. അവിടെ ദൃശ്യവും ദ്രഷ്ടാവും തമ്മിലുള്ള ആ ബന്ധം മാത്രമാത്രം ദൃഢമാണ്. ഉള്ളിലൊരറിവ് ഇങ്ങനെ പ്രകാശിക്കുക, അറിവിനെ താൻ ധരിക്കാതിരിക്കുക. ഈ സാക്ഷി അതിനെ ധരിക്കാതെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാക്ഷിയിലല്ല മറ്റെവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുക, അത് സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് സാക്ഷി അതിനെ ഗ്രഹിക്കുന്നത്. കണ്ണാടിയുടെ മുമ്പിൽ സൂര്യൻ വന്നാലേ കണ്ണാടിക്ക് അതിനെ പ്രതിബിംബിക്കാൻ പറ്റൂ. പാറപ്പുറത്ത് വന്നാലോ അതിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ സാക്ഷി പ്രതിഫലന യോഗ്യമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ തൽക്കാലം. അതിന്റെ മുമ്പിൽ പ്രതിഫലനങ്ങൾ വന്നാൽ
നിരന്തരം ആ പ്രതിഫലനങ്ങളെ ഈ സാക്ഷി പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ജ്ഞാനപ്രതിഫലനങ്ങളെ അവയ്ക്ക് പിരിയാൻ പറ്റത്തില്ല. അഗ്നിയും അതിന്റെ പ്രകാശവും പോലെ സാക്ഷിയും അതിന്റെ പ്രകാശവും പിരിഞ്ഞിരിക്കുന്ന ഒന്നല്ല. സ കഥാചിന്ന ദൃശ്യതാവി, എന്നിൽ അറിവുണ്ടായി ഞാൻ അറിയുന്നില്ല, അങ്ങനെ സംഭവിക്കുന്നില്ലെന്നർത്ഥം. ശബ്ദത്തെക്കുറിച്ചുള്ള ജ്ഞാനം എന്നിലുണ്ടായി ഞാൻ അറിഞ്ഞില്ല, അത് വരത്തില്ല. സാക്ഷിയുടെ മുമ്പിൽ അറിവ് വന്നാൽ സാക്ഷി അതിനെ പ്രകാശിപ്പിച്ച് തന്നെ തീരും. ദർപ്പണത്തിലെ പ്രതിബിംബങ്ങളെപ്പോലെ. ഒരു പ്രതിബിംബം അവിടെ ഉണ്ട്, പക്ഷെ ആ ദർപ്പണം പ്രതിഫലിപ്പിച്ചല്ല എന്ന് പറയാൻ പറ്റും. കണ്ണാടി പ്രതിബിംബമുണ്ട്, പക്ഷെ ആ പ്രതിബിംബത്തെ പ്രതിഫലിപ്പിച്ചത് ദർപ്പണമല്ല, അത് പറയാൻ പറ്റും. അതുപോലെ ഈ സാക്ഷി താൻ തന്നെയായിരിക്കുന്ന സാക്ഷി, ആ സാക്ഷി തന്നെയാണ് ഇതിനെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്, നിവർത്തി പ്രതിഫലനങ്ങളെ. അതുകൊണ്ട് ഇന്ന് കഥാചിന്ന ദൃശ്യത, സാക്ഷിക്ക് സാക്ഷി അല്ലാകാതിരിക്കാൻ പറ്റത്തില്ല. സാക്ഷിയുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു അറിവ് പൊങ്ങിക്കഴിഞ്ഞാൽ അതിന് സാക്ഷിയായിരിക്കാനേ കഴിയൂ. ആ സാക്ഷിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യഥാ അനിത്യ ദൃഷ്ട്യാ ഘടാതി വസ്തു. പക്ഷെ അനിത്യദൃഷ്ടി ഒന്നുണ്ട്, ഇതിനെല്ലാം അറിയുന്ന അറിവ്. ഇത് വിഷയങ്ങൾക്കനുസരിച്ച് മാറുന്നു. ഏതിന്റെ പ്രത്യക്ഷത്തെക്കുറിച്ചാണ് ചോദിച്ചത്? സാക്ഷിയുടെ പ്രത്യക്ഷത്തെക്കുറിച്ച്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷിയെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ്. അതിതാണ് സാക്ഷിയെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ്. ഇതാണ് സാക്ഷിയുടെ പ്രത്യക്ഷം എന്ന് പറയുന്നത്. ഇങ്ങനെ അറിയുക. യഥാ അനിത്യ ദൃഷ്ട്യാ ഘടാധിപസ് എന്നുവെച്ചാൽ ദൃഷ്ടി ദൃഷ്ട കഥാചിത പിന്നെ പശ്യതി ദൃഷ്ടി. അറിവ് വരിക, അറിവ് സാക്ഷിയെ പ്രകാശിക്കാതിരിക്കുക, അങ്ങനെ സംഭവിക്കത്തില്ല. അത് സാക്ഷിയിൽ പ്രകാശിക്കും, മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അന്ധകരണത്തിന്റെ ഒരു സ്വഭാവമാണ്. തന്റെ മുമ്പിൽ അത് പ്രത്യക്ഷമാകുക, തന്നെ ഒന്നും മറഞ്ഞിരിക്കുക, അത് സാധ്യമല്ല. അതുപോലെ ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ തന്റെ മുമ്പിൽ വരിക, അത് അറിവ് എന്നുള്ള നിലയ്ക്ക് അത് പ്രത്യക്ഷമാകാതിരിക്കുക സംഭവിക്കത്തില്ല. അറിവ് എന്നുള്ള നിലയ്ക്ക് അത് പ്രത്യക്ഷമാണ്. പറയില്ല, എനിക്ക് ശബ്ദജ്ഞാനമുണ്ട്, രൂപജ്ഞാനമുണ്ട്, രസജ്ഞാനമുണ്ട്, ഗന്ധജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ നാമരൂപാത്മകമായ സർവത്തിന്റെയും അറിവുണ്ട്. ഇത്തരത്തിൽ ഈ സാക്ഷി അറിവിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാര്യം സാക്ഷിയെക്കുറിച്ച് അറിയുന്നതാണ് സാക്ഷിയുടെ പ്രത്യക്ഷം എന്ന് പറയുന്നു. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ. ഒന്ന് സാക്ഷിയുടെ പ്രത്യക്ഷം, സാക്ഷി അറിവിനെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് സാക്ഷിയെക്കുറിച്ചുള്ള പ്രത്യക്ഷം, സാക്ഷിയെക്കുറിച്ചുള്ള തത്വബോധം. അതാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിന്റെ സ്വഭാവം എന്താണ് ഇവിടെ? ദോഷങ്ങളൊന്നും കൂടാതെയുള്ള അറിവ്, അതാണ് പ്രത്യക്ഷത്തിന്റെ സ്വഭാവം. അജ്ഞാനാദി ദോഷങ്ങളൊന്നും കൂടാതെ നിരന്തരമായ ശ്രമത്തിലൂടെ സാക്ഷി ഇത്തരത്തിൽ ബോധിപ്പിക്കുമ്പോൾ അത് സാക്ഷി പ്രത്യക്ഷമായി. അതല്ലാതെ ഒരു സാക്ഷി പ്രത്യക്ഷം എന്ന് പറയുന്ന ഒന്നുമില്ല.
ആണ് തദ്വത് ദൃഷ്ട ദുഷ്ട കഥാചിത പിന്നെ പശ്യതി ദൃഷ്ടി. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? സാക്ഷി പ്രത്യക്ഷം, ആത്മപ്രത്യക്ഷം. ആത്മാവിനൊക്കെ സംശയാദികളൊന്നും കൂടാതെ ബോധിക്കുന്നതിനപ്പുറം ഒരു ആത്മപ്രത്യക്ഷം, വേറെ എന്തിനെങ്കിലും പ്രത്യക്ഷം ഈ ലോകത്ത് പലതും അറിയാനുണ്ട്. കണ്ണിന്റെ കണ്ണ് എന്ന് പറഞ്ഞ രീതിയിൽ അതിനെ ബോധിക്കുക. അത്രയും മതിയോ? ആത്മപ്രത്യക്ഷം എന്ന് പറയുന്നു പോരാ. എന്തുകൊണ്ട്? അത്രയും മതിയോ എന്നുള്ള ചോദ്യം വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യക്ഷമുണ്ട്. ആ ചോദ്യം ഒഴിവാകുമ്പോൾ ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് പ്രത്യക്ഷം. ആ ചോദ്യം വെച്ചുകൊണ്ട് ഇത് പ്രത്യക്ഷമാകത്തില്ല. ഇത് തൂണാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അത് തൂണാണോ കള്ളനാണോ എന്നൊരു ചോദ്യം വരുന്നില്ലല്ലോ. ഏത് സമയമാണോ അത് ബോധിക്കാതിരിക്കുന്നത് ആ സമയം വരെയും ആ ചോദ്യം വരും, തൂണാണോ കള്ളനാണോ. അതിനെ നമുക്ക് പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെ പറയാം അത് സംശയാത്മകമായ ജ്ഞാനമാണ്. ജ്ഞാനം തന്നെയാണ്, പക്ഷെ സംശയാത്മകമായ ജ്ഞാനം. ഇവിടെ ദൃഷ്ടിയെ സംബന്ധിച്ച് ശ്രുതി വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും കടന്നു വരുന്ന അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. അതെങ്ങനെയാകും, എങ്ങനെയാകും, അത് എന്താവും. ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്രഹിച്ചില്ല, നമുക്കതിന്റെ പ്രത്യക്ഷം ഉണ്ടായില്ല എന്നർത്ഥം. ഇതിനെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ സംശയഛേദ്യമായ സർവ്വ സംശയങ്ങളെയും നിരസിച്ചുകൊണ്ട് നിന്റെ സ്വരൂപം ഇന്നതാണ്, ദൃഷ്ടിയുടെ ദൃഷ്ടിയാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ അതങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷം. അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷിയുടെ പ്രത്യക്ഷം എളുപ്പമാണല്ലോ. വീണ്ടും ചോദ്യം വന്നു, എന്താ സംശയം? എളുപ്പമാണെന്ന് പറയും, പിന്നെ സംശയിക്കുകയും ചെയ്യുക. ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ലല്ലോ. മധ്യാഹ്ന സൂര്യനെ കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് സൂര്യനാണോ സംശയം തോന്നാറില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഈ സാക്ഷിയെ ദൃഷ്ടി അതിനെ സംശയിക്കേണ്ട കാര്യമില്ല. അത് സദാസമയം ഈ ദർശനത്തെ ഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നവനെന്നോ അല്ലെങ്കിൽ ദർശനത്തിന് ആധാരമെന്നോ അല്ലെങ്കിൽ ദർശനത്തിന് സാക്ഷിയെന്നോ അല്ലെങ്കിൽ ആ ദർശനത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത ദർശന സ്വരൂപമെന്നോ ഏത് രീതിയിൽ അതിനെ ബോധിപ്പിക്കാം. അങ്ങനെ ബോധിക്കുന്ന അനുഭവം അതിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉദിക്കാതിരുന്നാൽ അതല്ല പ്രത്യക്ഷമെന്ന് പറയും. അത് എളുപ്പമാണോ എന്നൊരു സംശയം പോലും വരാൻ പാടില്ല. ഇതുകൊണ്ട് സംസാര നിവൃത്തി ഉണ്ടാകുമോ? ഈ ബോധം കൊണ്ട്. ഈ ബോധം കൊണ്ട് നിത്യനിവൃത്തി ദുഃഖത്തിന്റെ അത് സംഭവിക്കുമോ? ഇതാണോ ജ്ഞാനത്തിന്റെ അവസ്ഥ? ഇതിന്റെ ഫലമാണോ മുക്തി? ഇത്തരം സംശയങ്ങളെല്ലാം ഒടുങ്ങും. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇത് മനസ്സിലാക്കുന്നുണ്ട്. ദൃഷ്ടിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് അത് മനസ്സിലായി. പക്ഷെ അതിനെ സംബന്ധിച്ച് ചോദിക്കാൻ 100 ചോദ്യങ്ങൾ അവശേഷിക്കും. അപ്പൊ പിന്നെ എവിടെ മനസ്സിലായി?
പ്രത്യക്ഷദിഷ്ടമായ അനുഭവസിദ്ധമായ കാര്യത്തിൽ എവിടെ വിവാദം? വിവാദത്തിനുള്ള പ്രസക്തിയില്ലല്ലോ. ആ വിവാദമുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണത്? സിദ്ധമായില്ല. സംശയങ്ങളുണ്ടെങ്കിൽ അതിനർത്ഥം അത് സിദ്ധമായില്ല. ഉള്ള സംശയങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചർച്ച. ദുഷ്ടഹേ ദുഷ്ട കഥാചിതപിന പശ്യതി ദൃഷ്ടി. ദർശനം ഉണ്ടായിരിക്കുക, അതിന് സാക്ഷിയാകാതിരിക്കുക, അത് സംഭവിക്കുന്നില്ല. ഇത് സദാ സാക്ഷിയായിരിക്കുമോ? ആയിരിക്കും. സമ്മതിക്കാൻ ജാഗ്രത സ്വപ്നങ്ങളിൽ അത് സാക്ഷിയാണ്. സുഷുപ്തിയിലോ അവിടെ സാക്ഷ്യമായി ഒന്നുമില്ലല്ലോ. എന്താ സുഷുപ്തിയിൽ എന്തെങ്കിലും കണ്ടോ? ഇല്ല, സുഷുപ്തിയിലൊന്നിനെയും കാണുന്നില്ല. അപ്പോ കഥാചിത പിന്നെ പശ്യതി ദൃഷ്ടിയും, ദൃഷ്ടിയെ കാണാതിരിക്കുന്നില്ല എന്നെങ്ങനെ പറയുന്നു? സുഷുപ്തിയിലും അത് സാക്ഷി തന്നെയാണ്, സംശയിക്കില്ല. ആ സുഷുപ്തിയിൽ എന്തിനു സാക്ഷിയായത്? എന്താ സുഷുപ്തിയിൽ ഒരാൾ, ജാഗ്രതത്തിലൊരാൾ, സ്വപ്നത്തിലൊരാൾ, അങ്ങനെ 3 പേരില്ലല്ലോ. 3 സ്ഥലത്തും ഒരാളാണ്. 3 സ്ഥലത്തേക്കും കൂടി ഒരാളായതുകൊണ്ട് അതിനെ 4-മത്തവനെന്ന് വിളിച്ചു. തുര്യൻ. ഈ ജാഗ്രത സ്വപ്നങ്ങൾ എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തുര്യനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ ആ തുര്യൻ തന്നെയാണ് സുഷുപ്തനായും ഇരിക്കുന്നത്. ആ തുര്യൻ തന്നെയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇരിക്കുന്നത്. അത് ഒന്നാണെങ്കിൽ ഈ ജാഗ്രത സ്വപ്ന ദൃശ്യങ്ങൾ ആ തുര്യനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജാഗ്രത സ്വപ്ന ദൃശ്യങ്ങൾ സുഷുപ്തനായ ആ തുര്യന് സംഭവിക്കുന്നു. തുര്യന് മാറ്റമില്ലല്ലോ. സദാ ആ ദൃശ്യം ആ തുര്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇനി സുഷുപ്തനായി വേറൊരാളുണ്ടെങ്കിൽ പറയാം അത് സാക്ഷിയല്ല, കാരണം അവിടെ സാക്ഷ്യമില്ല എന്ന് പറയുന്നു. ആ സുഷുപ്തൻ ഈ തുര്യൻ തന്നെ, അവൻ തന്നെയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇരിക്കുന്നത്. അതുകൊണ്ട് ആ സുഷുപ്തനും സാക്ഷിയായിരിക്കുന്നു. ഏതിന്? ഈ ജാഗ്രത സ്വപ്നങ്ങൾക്ക്. അതിന് സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ ജാഗ്രത സ്വപ്നങ്ങൾ വേണ്ട. ആ സുഷുപ്തൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും തുര്യ രൂപത്തിൽ ഇരുന്നാൽ മതി. അതുകൊണ്ട് കഥാചിത് പിന്നെ പശ്യതി ദൃഷ്ടിയും, ഇതിനെ കാണാതിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയൊന്നില്ല. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലുമെല്ലാം ഏകനായ തുര്യൻ സർവസാക്ഷിയായിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ വേർതിരിക്കാൻ കഴിയുന്ന എന്താണ്? ഇത് സുഷുപ്തിയിലെ തുര്യൻ, ഇത് ജാഗ്രതത്തിലെ തുര്യൻ, ഇത് സ്വപ്നത്തിലെ തുര്യൻ, അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ല. അപ്പൊ ദൃഷ്ടിയുടെ ദ്രഷ്ടാവ്, ദൃഷ്ടിയുടെ ദ്രഷ്ടാവിനെ ചിലപ്പോൾ ദൃഷ്ടിയുടെ ദൃഷ്ടിയെന്നും പറയും. അവിടെ നിന്ന് ശബ്ദം കൊണ്ട് ഭ്രമിച്ചു പോരും. അല്ലെ കണ്ണിന്റെ കണ്ണെന്ന് പറഞ്ഞത് ദൃഷ്ടിയുടെ ദൃഷ്ടി, അങ്ങനെയും പറയാം. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ കാണൽ അല്ലെ, അതിനും ദൃഷ്ടിയായിരിക്കുക എന്ന് വെച്ചാൽ അതിന്റെയും സ്വരൂപമായിരിക്കുക. എവിടെയാണോ ആ ദൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കാണൽ എന്ന് പറയുന്ന ആ ദൃഷ്ടിയും ഏതൊന്നിലാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊരു പ്രതലത്തിലാണോ സർവ്വചിത്രങ്ങളും വന്നു മാറിപ്പോകുന്നത്, അത് തുര്യനാണ്. ആ തുര്യനൂടെ പറഞ്ഞു ദൃഷ്ടിയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞു. അതിന്
പറയുന്നത് എന്താണ്? ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല, അത് സദാ ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അതിനെ ബോധിക്കുന്നത്. സാമാന്യമായി അറിയുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ അറിവിലാണ് എല്ലാ സംശയാദികളെല്ലാം ഉള്ളത്. നിശ്ചയാത്മകമായ അറിവ്, ബോധം നിശ്ചയിക്കുന്നത്, അതാണ് ഒരുവന് ജാഗ്രതത്തിൽ ആത്മാവിനെ സംബന്ധിച്ചുണ്ടാകുന്ന അറിവ്, സംശയരഹിതമായ അറിവ്. അതല്ലാതെ ആത്മപ്രത്യക്ഷം എന്ന് പറയുന്ന ഒന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അറിവുണ്ടല്ലോ, അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ പാടില്ല. ഉണ്ടല്ലോ എന്ന് പറയുന്നത് സംശയരൂപത്തിലായി. അറിവ് നിശ്ചയമാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഒരു സംശയം വരുന്നു? ഉണ്ടല്ലോ, ഉണ്ടാകാമല്ലോ, അത് മതിയോ? അതുകൊണ്ട് സംസാര നിവൃത്തി ഉണ്ടാകുമോ? അതുകൊണ്ട് ആനന്ദപ്രാപ്തി ഉണ്ടാകുമോ? ഇത്തരം സംശയങ്ങൾ ഉള്ളിടത്തോളം കാലം അവിടെ നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയാൻ കഴിയില്ല, പ്രത്യക്ഷം എന്ന് പറയാൻ കഴിയും. ഇതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള, മറ്റേതെങ്കിലും ഒരു അവസ്ഥയിലുള്ള, അവസ്ഥാന്തരത്തിലുള്ള ഒരു പ്രത്യക്ഷത്തെയാണ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആ പ്രത്യക്ഷത്തെ അല്ല ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ പറയുന്നത് നേരിട്ടാണ്. അത് നിത്യസിദ്ധമായ ദൃഷ്ടി. അപ്പൊ തന്നെ നിത്യസിദ്ധമായ ദൃഷ്ടി എന്നറിയുക, അതറിയിച്ചു തരികയാണ് ഇതിനെ ദർശിപ്പിക്കുക എന്ന് പറയുന്നത്. അതറിയുന്നതാണ് ഇതിന്റെ ദർശനം, അറിവാണ്. കിം തേ ദൃഷ്ടി ദൃഷ്ടു നിത്യ അദൃശ്യ അന്യ അനിത്യ ദൃശ്യേതി. അപ്പൊ ചോദിക്കുന്നത് എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? രണ്ട് ദൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. പറഞ്ഞു വന്നു. ഒന്ന് പറയുന്നത് എന്താണ്? ഈ ശബ്ദസ്പർശ രൂപരസങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതൊരു ദൃഷ്ടി. രണ്ടാമത് പറയുന്നത് ആ അറിവിന്റെയും ദൃഷ്ടി എന്ന് പറയുന്നു. രണ്ടിന്റെയും പ്രത്യേകതയും പറഞ്ഞു. ഒന്ന് ദ്വേദൃഷ്ടി, ദൃഷ്ടു. ഈ രണ്ട് ദൃഷ്ടിയും ദ്രഷ്ടാവിന്റെ ദൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരു ദ്രഷ്ടാവിനെ കുറിച്ചേ പറയുന്നുള്ളൂ, ഒരു സാക്ഷിയെക്കുറിച്ചേ പറയുന്നുള്ളൂ, ഒരു ആത്മാവിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. രണ്ട് തരത്തിലുള്ള ദൃഷ്ടി വ്യാഖ്യാനിക്കുന്നു. നിത്യ അദൃശ്യ. ഒന്ന് നിത്യദൃഷ്ടി. നിങ്ങൾ പറയുന്നുണ്ടല്ലോ എനിക്ക് പ്രത്യക്ഷമാക്കണം. അത് പ്രത്യക്ഷമാകാത്തത്. പ്രത്യക്ഷമാകാത്തതിന് പ്രത്യക്ഷമാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ? ശബ്ദസ്പർശരൂപാദി വിഷയങ്ങളെ പ്രത്യക്ഷമാക്കുന്നത് പോലെ അതിനെയും പ്രത്യക്ഷമാക്കാമെന്ന് ധരിക്കുന്നതാണ് ഭ്രമം. വിഷയരൂപത്തിൽ ജീവൻ സദാ സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രത്യക്ഷം എന്താണെന്ന് ജീവൻ അറിയാം. ആരും പ്രത്യക്ഷം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പ്രത്യക്ഷ അനുഭവത്തിലൂടെ നിരന്തരം കടന്നു പോവുകയല്ല. അതുകൊണ്ട് പ്രത്യക്ഷം എന്താണെന്ന് മനസ്സിലാക്കി തരികയല്ല. എന്താണ് ആത്മപ്രത്യക്ഷം, അല്ലെങ്കിൽ ആത്മപ്രത്യക്ഷം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമാക്കുകയാണ്. അപ്പോ ആത്മപ്രത്യക്ഷം ദൃഷ്ടി അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് ദൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് അനിത്യദൃഷ്ടി, ഒന്ന് നിത്യദൃഷ്ടി. ആ നിത്യദൃഷ്ടിയുടെ പ്രത്യേകത എന്താണ്? അത് അദൃശ്യ, അത് പ്രത്യക്ഷമാകുന്നില്ല. പ്രത്യക്ഷമാക്കാൻ താൻ ആഗ്രഹിച്ചാൽ അത് പ്രത്യക്ഷമാകുന്നില്ല. അതിനാണ് സാക്ഷി എന്ന് പറയുന്നത്. സാക്ഷി പ്രത്യക്ഷം എന്നൊക്കെ ചെല്ലു പറയും. അത് പ്രത്യക്ഷ വിഷയം എന്നുള്ള അർത്ഥത്തിലല്ല, ആലങ്കാരികമായ ഭാഷയിൽ പറയുന്നേ ഉള്ളൂ. ആത്മാവിനെ സാക്ഷാത്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ ശ്രോതാവിന്റെ അജ്ഞാനാവസ്ഥയിൽ നിന്നുകൊണ്ട് ആ സാക്ഷാത്കാരത്തെക്കുറിച്ച് അവന് ഒരുപാട് സങ്കല്പങ്ങളുണ്ടാക്കും. അതിനൊന്നും ശ്രുതി അല്ലെങ്കിൽ ഗുരു ഉത്തരവാദിയില്ല.
അജ്ഞൻ അവന്റെ നിലയിൽ നിന്നുണ്ടാക്കുന്ന സങ്കല്പങ്ങളല്ല. ശ്രുതി ബോധിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് അവന്റെ അജ്ഞാനം മാറാത്തിടത്തോളം കാലം ആ സങ്കല്പങ്ങൾ എന്താ പ്രയോജനം? അതുകൊണ്ട് ദൃഷ്ടി, അനുഭവം, ജ്ഞാനം എന്നെല്ലാം പറയുമ്പോൾ ഒന്ന് നിത്യമായ ദൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. സാക്ഷി അത് അദൃശ്യവുമാണെന്ന് മനസ്സിലാക്കണം. പ്രത്യക്ഷ വിഷയമല്ല. മറ്റതെന്താണ്? അനിത്യാദൃശ്യതി. മറ്റൊന്നുണ്ട്, അനിത്യമാണ്, ദൃശ്യമാണ്. അതായി കാണുന്നതല്ല ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃഷ്ടി, അറിവ്, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ കുറിച്ചുള്ള അറിവ്, സർവത്തെയും കുറിച്ചുള്ള അറിവ്. പക്ഷെ ഈ അറിവിന്റെ ഒരു അനിശ്ചിതത ഉണ്ടെങ്കിലും ഇത് അനിത്യമാണ്. ജാഗ്രത സ്വപ്നങ്ങളിൽ തന്നെ പരസ്പരം മാറുന്നു. സുഷുപ്തിയിൽ ഇതില്ല. ഇത് അനിത്യദൃഷ്ടി. അപ്പോൾ പൂർവക്ഷി ഇത്രയും മനസ്സിലാക്കി. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു നിത്യദൃഷ്ടിയെക്കുറിച്ചും മറ്റൊന്ന് അനിത്യദൃഷ്ടിയെക്കുറിച്ചുമാണ്. അതല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് ചോദിക്കുകയാണ്. പാഠം ശരിയാണ്, അത് തന്നെ പറയുന്നു. ഞങ്ങൾ സംസാരിക്കുന്നത് നിത്യദൃഷ്ടിയെക്കുറിച്ചും അനിത്യദൃഷ്ടിയെക്കുറിച്ചുമാണ്. പ്രസിദ്ധാതാവത് അനിത്യദൃഷ്ടി. അനിത്യദൃഷ്ടിയെ ശാസ്ത്രം പഠിപ്പിക്കേണ്ട കാര്യമില്ല. അറിവെന്ന് പറഞ്ഞാൽ അവിടെ അത് ബോധിക്കും. നിനക്കറിവുണ്ടല്ലോ, ഉണ്ട്. അറിവിനെ കുറിച്ച് ആർക്കും സംശയമില്ല. അത് അനിത്യമാണ്. അതിനൊരു വ്യക്തമായ ഉദാഹരണം പറയുന്നു. അനന്തത്വ ദർശന. അനിത്യം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇതുവരെ എല്ലാം കണ്ടുകൊണ്ടിരുന്നു, ഒരു ദിവസം അന്ധനായി. അപ്പോൾ ആ ദൃഷ്ടി നഷ്ടപ്പെട്ടു. അന്ധനാകാതിരുന്നതുവരെ എന്താണ് ആ ദൃഷ്ടി അവിടെ ഉണ്ടായിരുന്നത്? കാഴ്ച, കേൾവി, ഇതിനെ സംബന്ധിച്ചും പറയാം. മണക്കൽ, രുചിക്കൽ, ഇതല്ല. അത് അന്ധാനന്ദത്വം. ഇന്ദ്രിയങ്ങളോടെ ഗ്രഹിക്കുന്നവൻ, ഇന്ദ്രിയങ്ങളോടെ ഗ്രഹിക്കാത്തവൻ, ഇങ്ങനെ 2 കോടിയിൽപ്പെട്ട ജീവന്മാര് ഇവിടെ ഉണ്ട്. അതിലാർക്കും തർക്കമില്ല. അതുകൊണ്ട് നിത്യദൃഷ്ടി മാത്രമല്ല, നിത്യദൃഷ്ടിയുണ്ട്. നിത്യവ ചെയ്ത് സർവ്വ അനന്തേവ സ്യാത്. പറയുന്നത് ഈ ദൃഷ്ടി, ഈ അറിവ് നിത്യമായിരുന്നെങ്കിൽ വിഷയാനുഭവം. ഇവിടെ അനന്തൻ അങ്ങനെ കാണത്തില്ലേ, അന്ധൻ കാണത്തില്ലേ, അനന്തനെ കാണത്തുള്ളൂ, അന്ധതയില്ലാത്തവൻ. എന്നാൽ ദഷ്ടുഹു തു നിത്യാദൃഷ്ടി. ദ്രഷ്ടാവിന്റെ ദൃഷ്ടി, ദ്രഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്ന ദൃഷ്ടി, അത് നിത്യമാണ്. അതാണ് അന്ധനെ അവൻ അന്ധനാണെന്ന് ബോധിപ്പിക്കുന്നത്. അനന്തനെ ചക്ഷുഷ്മാനാണ് എന്ന് ബോധിപ്പിക്കുന്നത്, കണ്ണുള്ളവനാണ് എന്ന് ബോധിപ്പിക്കുന്നത്. നിത്യദൃഷ്ടി. നിത്യദൃഷ്ടിയിൽ അന്ധൻ തന്റെ അന്ധത്വത്തെ അറിയുന്നു, അനന്തൻ തന്റെ ദൃഷ്ടിയെ അറിയുന്നു. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് സ്വരൂപമായിരിക്കുന്ന, ജീവസ്വരൂപമായിരിക്കുന്ന നിത്യദൃഷ്ടിയാണ്. ഈ ദൃഷ്ടിയാണ് ശ്രുതി ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നഹി ദ്രഷ്ടു ദൃഷ്ടേഹേ വിപരിലോപോ വിദ്യതേ അവിനാശിത്വാ. ഇത് ശ്രുതേഹേ, ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അനുമാനാച്ച അന്ധസ്യാപി ഘടാദ്യാഭാസ വിഷയ സ്വപ്നെ ദൃഷ്ടിരുപലഭ്യതേ. അന്ധൻ കാണുന്നില്ല, ബധിരൻ കേൾക്കുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ അന്ധന് സ്വപ്നം കാണാമല്ലോ. ഈ ജാഗ്രതത്തിൽ അന്ധന് പാത്രത്തെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് അയാൾക്ക് സങ്കല്പങ്ങളുണ്ടാകും. അത് ഇന്നതായിരിക്കും, ഇന്നതായിരിക്കും, രൂപം ഇന്നതായിരിക്കും, ആകൃതി ഇന്നതായിരിക്കും. ആകൃതിയെ സ്പർശിച്ചും അറിയാം, നിറത്തെ സ്പർശിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ടാകും.
ഭാവനകളുണ്ടാവും. അപ്പോൾ ജാഗ്രതത്തിൽ പാത്രത്തെക്കുറിച്ചുള്ള ഭാവനകൾക്ക് അനുസൃതമായി സ്വപ്നത്തിൽ അന്ധനും പാത്രത്തെ കാണും. പക്ഷെ ജാഗ്രതത്തിലെ അയാളുടെ അനുഭവങ്ങൾക്ക് അനുസൃതമായ വാസന കൊണ്ടാണെന്നേ ഉള്ളൂ. അയാൾ കാണുന്ന ജാഗ്രതത്തിലെ പാത്രവും സ്വപ്നത്തിലെ പാത്രവും ഒരുപോലെ നിറമില്ലാത്ത പാത്രമില്ല. അപ്പൊ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒരേ വിഷയത്തെക്കുറിച്ചുള്ള രണ്ടു തരത്തിലുള്ള അനുഭവങ്ങൾ. ഒന്ന് കേവലം പ്രതിഭാസം, അതാണ് ഘടാദ്യാഭാസം. ആ സ്വപ്നത്തിൽ കാണുന്നു. മറ്റങ്ങനെ അവൻ സ്പർശിച്ചറിയുന്നു, ഇത് ഉരുണ്ടിരിക്കുന്നതാണ് എന്നിങ്ങനെ സ്പർശിച്ചറിയുന്നു. ഇത് ഘനമുള്ളതാണ്, ഇത് ഗുരുത്വമുള്ളതാണ്, ഇത് മാനമുള്ളതാണ്. ഈ തരത്തിലെല്ലാം അതിനെ അറിയുന്നു. ഇതേ തരത്തിലാണ് സ്വപ്നത്തെ അറിയുന്നു. ബാഹ്യമായി രൂപത്തെ ഗ്രഹിക്കുന്നതിന് അവൻ അന്ധനാണെങ്കിലും ജാഗ്രതത്തിൽ ഗ്രഹിക്കുന്നത് പോലെ അവൻ സ്വപ്നത്തിലും ഗ്രഹിക്കുന്നു. അന്തസ്യാപി ഘടാഭാസ വിഷയ സ്വപ്നെ ദൃഷ്ടിയുപലഭ്യത. സ്വപ്നത്തിലാണ് ഗ്രഹിക്കുന്നത്. അല്ലാതെ വേറൊരിടത്ത് കൊടുക്കുന്നത് എന്താണോ? ജാഗ്രതത്തിൽ അന്ധന് നിറം കാണാൻ കഴിയില്ല, സ്വപ്നത്തിൽ കാണാൻ കഴിയും. അങ്ങനെ സംഭവിക്കില്ല. ജാഗ്രതത്തിൽ നിറം കാണാൻ കഴിയുന്നവന് മാത്രമേ സ്വപ്നത്തിൽ നിറം കാണാൻ കഴിയൂ. അന്ധൻ ജാഗ്രതത്തിൽ നിറത്തെ കണ്ടില്ലെങ്കിൽ ഒരിക്കലും സ്വപ്നത്തിൽ നിറത്തെ കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് ജാഗ്രതത്തിലെ വിഷയങ്ങളെന്നെടുക്കുക. അന്ധന്റെ ജാഗ്രതത്തിലെ വിഷയങ്ങൾ പ്രാതീതികമായി അവൻ സ്വപ്നത്തിലും കാണുന്നു. സാതർഹി ഇതര ദൃഷ്ടിനാശി. അതുകൊണ്ട് മനസ്സിലാക്കാൻ എന്താണ്? ഈ ജാഗ്രത അനുഭവം, അനുഭവരൂപത്തിലുള്ള ദൃഷ്ടി, ഈ ദൃഷ്ടി നശിച്ചാലും ഈ മൂന്നവസ്ഥയിലും നശിക്കാതിരിക്കുന്നു വാസ്തവദൃഷ്ടി. അന്തസ്യാപി ഘടാദ്യാഭാസ വിഷയ സ്വപ്നദൃഷ്ടി തർഹി ഇതര ദൃഷ്ടിനാശി നശ്യതി സാ ദൃഷ്ടു ദൃഷ്ടി. അതാണ് ദ്രഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്ന ദൃഷ്ടി. തയാ അഭിപരിലുപ്തയാ നിത്യയ ദൃഷ്ടിയ സർവഭൂതയ സ്വയം ജ്യോതി സമാഖ്യ ഇതരാം അനിത്യാം ദൃഷ്ടിം സ്വപ്നബുദ്ധാന്തയോ വാസനാപ്രത്യരൂപാം നിത്യമേവ പശ്യൻ ദൃഷ്ടേ ദൃഷ്ട. നേരത്തെ പറഞ്ഞത് ഈ ദൃഷ്ടിയുടെ ദൃഷ്ടാവ് അവന്റെ ദർശനത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളത്. അവൻ സദാ അവൻ ദൃഷ്ടാവായി തന്നെ ഇരിക്കുന്നു. അവന്റെ രൂപത്തിന് മാറ്റമില്ല. അവൻ ഏകരൂപത്തിലിരിക്കുന്നു. താൻ സദാ സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു. സുഷുപ്തനായും ജാഗ്രത് പുരുഷനായും സ്വപ്ന പുരുഷനായും സർവത്തെ ദർശിച്ചുകൊണ്ടിരിക്കുന്നു, സർവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തര ദൃഷ്ടിദാശ നശ്യതി. അതിന് നാശം സംഭവിക്കുന്നില്ല. ഈ ദൃഷ്ടി നാശം സംഭവിക്കുമ്പോൾ, ഈ അറിവിന് നാശം സംഭവിക്കുമ്പോൾ, പ്രദക്ഷിണ ഈ അറിവുകൾ ഇങ്ങനെ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അറിവിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ സുഷുപ്തി അറിഞ്ഞില്ലേ? അറിഞ്ഞല്ലോ. ആ തുര്യൻ സുഷുപ്തിയെ അറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ സുഷുപ്തനായിരുന്നു, ഞാൻ സ്വപ്നത്തിലായിരുന്നു, ഞാനിതാ ഇപ്പോൾ ജാഗ്രതത്തിലാണ്.
അതാണ് ഇതര ദൃഷ്ടിനാശം എന്ന നശ്യതി. അവന് നാശം സംഭവിക്കുന്നില്ല, ഇതര ദൃഷ്ടിക്ക് നാശം സംഭവിക്കുന്നു. സ ദൃഷ്ടു ദൃഷ്ടി, അതാണ് ദൃഷ്ടാവിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. തുര്യൻ ദൃഷ്ടാവിന്റെ ദൃഷ്ടി. തയ അവിപരിലുപ്തയ, ഒരിക്കലും ലോപിക്കാത്തതായ ആ ദൃഷ്ടി. എന്നുവെച്ചാൽ ഒരിക്കലും ഇവിടെ വേറെ കാലമൊന്നുമില്ല. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, മൂന്നവസ്ഥയും എല്ലാ കാലങ്ങളും അത് അന്തർഭവിച്ചിരിക്കുന്നു. അവിടെ പിന്നെ കാലചിന്തയ്ക്ക് പ്രസക്തിയില്ല. സുഷുപ്തിയിലെ കാലചിന്തയെക്കുറിച്ച് അല്ലെങ്കിൽ സുഷുപ്തിയിലെ കാലത്തെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ കഴിയും സുഷുപ്തി കാലത്തെക്കുറിച്ച്? അത് തുര്യൻ തന്നെയാണ്, അവിടെ കാലമില്ല. പക്ഷെ ജാഗ്രതയിൽ നിന്നുകൊണ്ട് പറയും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇന്നലെ, ഇന്ന്, നാളെ അവസ്ഥയെക്കുറിച്ചും കാലത്തെക്കുറിച്ചും പറയും. പക്ഷെ ആ ദൃഷ്ടി ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിൽ ഏകരൂപത്തിലിരിക്കുന്ന ആ ദൃഷ്ടി ആ വിപരലുപ്തയാണ്. അതിന് ലോകം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അതിനാണ് ഉറക്കത്തെ അറിയാൻ കഴിയുന്നത്, ജാഗ്രതത്തെ അറിയാൻ കഴിയുന്നത്, സ്വപ്നത്തെ അറിയാൻ കഴിയുന്നത്. നിത്യയാ ദൃഷ്ടിയ സ്വരൂപഭൂതയ, അത് സ്വരൂപമാണ്. സ്വയം ജ്യോതിസ് സമാഖ്യയ, അതിന് സ്വയം ജ്യോതിസ് എന്ന് പറയുന്നു. ആ സ്വയം ജ്യോതിസ് എന്ന് പറയുന്നത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ഏകരൂപത്തിയിരിക്കുന്ന ജ്യോതിസാണ്. അതിനെ വേർതിരിക്കാൻ വയ്യ. ഇത് ജാഗ്രതത്തിലെ, സ്വപ്നത്തിലെ, സുഷുപ്തിയിലെ എന്ന് മൂന്നായി വേർതിരിക്കാൻ കഴിയില്ല. ഒരു തരത്തിലുള്ള ഭേദചിന്തയും അവിടെ വരാൻ പാടില്ല. ഇത് അദ്വൈതമല്ലേ. അതുകൊണ്ട് തന്നെ സ്വയം ജ്യോതിസ് എന്ന് പറയുന്നു. സ്വയം ജ്യോതിസ് സമാഖ്യ ഇതരാം അനിത്യാം ദൃഷ്ടിയും. ബാക്കി അനിത്യദൃഷ്ടികൾ ഏതൊക്കെ? സ്വപ്നം, ബുദ്ധാന്ത, ജാഗ്രത. വാസന പ്രത്യയരൂപം, സ്വപ്നത്തിൽ വാസന, ജാഗ്രതത്തിൽ പ്രത്യയം, അനുഭവം. നിത്യമേവ പശ്യൻ, ഈ തുര്യൻ സുഷുപ്തനായിരുന്നു കൊണ്ട് ഇതിനെല്ലാം നിത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഷുപ്തൻ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. സുഷുപ്തനായിട്ടില്ല, തുര്യനായിട്ടില്ല. എങ്ങനെ കാണുന്നു? തന്നിൽ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നു. സ്ക്രീനിലെ ചിത്രത്തെ പോലെ. നിത്യമേവ പശ്യൻ ദൃഷ്ടേഹ ദൃഷ്ട. അങ്ങനെ തന്നിൽ സർവത്തെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. ഇതിനെ ദൃഷ്ടിയുടെ ദൃഷ്ടി എന്ന് പറയുന്നു. സർവ്വവിഷയത്തെയും പ്രകാശിപ്പിക്കുന്ന അറിവ് വിഷയങ്ങളുടെ ദൃഷ്ടിയായിരിക്കുന്നു. ആ അറിവിനെയും പ്രകാശിപ്പിക്കുന്ന ഈ ചൈതന്യം, അതും ദൃഷ്ടിയാണ്. ദൃഷ്ടിയുടെയും ദൃഷ്ടി, ദൃഷ്ടിയുടെ സ്വരൂപമായ ദൃഷ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് തുടങ്ങിയ സതി ദൃഷ്ടിരൈവ സ്വരൂപം. അതുകൊണ്ട് ദൃഷ്ടിയുടെ ദൃഷ്ടാവ്, അങ്ങനെ രണ്ടു പോകേണ്ട കാര്യമില്ല. ദൃഷ്ടിയുടെ സ്വരൂപം ഒന്നും എടുത്താൽ മതി. അപ്പോൾ ഈ ജാഗ്രത സ്വപ്നങ്ങളുടെ ഈ അനുഭവം, ദൃഷ്ടി, ഇതിന്റെ സ്വരൂപം, അതാണ് ആത്മാവ്, അതാണ് നീ, അതാണ് താൻ എന്ന് പറയുന്നത്. തഥാചതി ദൃഷ്ടിരേവ സ്വരൂപം, ദൃഷ്ടിയാണ് ഇവിടുത്തെ സ്വരൂപം. വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജ്ഞാനം അതെവിടെയാണോ പ്രതിഫലിക്കുന്നത് അത് തന്നെയാണ് ഈ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്നാണ് പറഞ്ഞു വരുന്നത്. കണ്ണാടിയിൽ കാണുന്ന ആ പ്രതിബിംബം എന്താണ്? കണ്ണാടിയുടെ ആ വെളിച്ചമല്ല, മറ്റൊന്നുമല്ല. കണ്ണാടിയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത ആ വെളിച്ചം തന്നെയാണ്. അതുപോലെ സതി ദൃഷ്ടിരൈവ സ്വരൂപം അസ്യ, ഇതൊരു സ്വരൂപം ദൃഷ്ടിയാണ്. ഈ കാഴ്ചകളെല്ലാം ദൃഷ്ടസ്വരൂപമാണ്.
അഗ്നിയും ഉഷ്ണതയും ഉഷ്ണവും പോലെ. അപ്പൊ അഗ്നിയും ഉഷ്ണവും, ഉഷ്ണത്തെ സ്പർശിച്ചറിയാം, പ്രത്യക്ഷമാക്കുന്നു. അഗ്നിയെ കണ്ടറിയാം. ഏത് രീതിയിൽ അറിഞ്ഞാലും ശരി, അഗ്നി ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടവർ വേണം. അഗ്നിയെയും ഉഷ്ണത്തെയും വേർതിരിക്കാൻ കഴിയില്ല. ആ ഉഷ്ണം അഗ്നി തന്നെയാണ്. അഗ്നി ഉഷ്ണവത്. അതുപോലെ ഈ പറയുന്നു ജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നു. വിഷയജ്ഞാനം എന്ന് പറയുന്നു. ഈ ജ്ഞാനങ്ങളെല്ലാം എന്താണ്? ആ ദൃഷ്ടിസ്വരൂപം തന്നെയാണ്. ആ ജ്ഞാനം സ്വയം ദൃഷ്ടിയാണ് ദൃശ്യങ്ങൾക്ക്. പക്ഷെ ആ ജ്ഞാനം മറ്റൊന്നിനും ദൃശ്യമായിരിക്കുന്നെങ്കിലും, ദ്രഷ്ടാവിന് ദൃശ്യമായിരിക്കുന്നെങ്കിലും ആത്യന്തികമായിട്ട് ആ ജ്ഞാനം ദ്രഷ്ടാവ് തന്നെയാണ്. അറിവ് ആർക്കാ ഇല്ലാത്തത്? അത് പ്രാണി സാധാരണമാണ്. അവിടെ ശ്രുതി ഇത്രയും പറയുന്നു, ഈ അറിവ് സർവപ്രാണി സാധാരണമായിരിക്കുന്ന ഈ അറിവ് ആ ദൃഷ്ടി തന്നെയാണ്, ആ പരമാർത്ഥ ദൃഷ്ടി തന്നെയാണ്. അത് ആ പരമാർത്ഥ ദൃഷ്ടിയുടെ ഉഷ്ണമാണ്, പ്രകാശമാണ്. അഗ്നി ഉഷ്ണവും പോലെ അനുഭവത്തിരിക്കാൻ കഴിയത്തില്ല. സ്വരൂപം അസ്യ അഗ്നി ഉഷ്ണമെന്ന കാണാതാദീനാമിവ ദൃഷ്ടിയും വ്യതിരേകോ അന്യശ്ചേതനോ ദൃഷ്ട. കാണാതന്മാരും മറ്റും ആത്മാവിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അനുമാനത്തിലൂടെയും മറ്റും. അവർ പറയുന്നു ആത്മാവെന്ന് പറയുന്നത് ഈ കാണുന്ന ഈ കാഴ്ച, ദൃഷ്ടി, അതിനപ്പുറമുള്ള ഒരു വസ്തുവാണ് എന്ന്. ആത്മാവിനെ അവർ ദ്രവ്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അന്യശ്ചേതനോ ദൃഷ്ട. ആ ദ്രവ്യത്തോട് ചൈതന്യം കൂടി ചേരുമ്പോൾ അത് ചേതനാകുന്നു. അതാണ് ദൃഷ്ടാവ്. ഇതൊക്കെയാണ് അവർ പറയുന്നത്. അതൊന്നും ശരിയല്ല. ദൃഷ്ടി വ്യതിരിക്തമായ അന്യചേതനം ദൃഷ്ടാവ് അത് സ്വീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഈ ദൃഷ്ടിയും ദൃഷ്ടാവും ഒന്ന് തന്നെ. ആ ദൃഷ്ടിയെ ഇവിടെ പറയുന്നത് നിന്റെ സ്വരൂപം എന്നാണ്. ആ ദൃഷ്ടിയിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്ന സ്വസ്വരൂപം, അതിനെക്കുറിച്ച് സംശയരഹിതമായ ബോധം, അതാണ് സ്വരൂപ നിശ്ചയം, സ്വരൂപ നിഷ്ഠ. നിശ്ചയത്തിനാണ് നിഷ്ഠ എന്ന് പറയുന്നത്. അങ്ങനെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്, അതാണ് പ്രത്യക്ഷം, ആത്മപ്രത്യക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ അദൃശ്യമായിരിക്കുന്ന ആത്മാവിനെ പാത്രത്തെ കാണുന്ന പോലെ കാണുന്നതല്ല ആത്മപ്രത്യക്ഷം. അതെന്തെങ്കിലും ഷോക്കടിക്കുന്ന അനുഭവമൊന്നുമില്ല. ആത്മാവിനെ കാണുമെന്ന് ആഗ്രഹിച്ചു, പെട്ടെന്നൊരു ഷോക്കടിക്കുന്ന പോലെ ആത്മാവ് പ്രത്യക്ഷമായി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊരു വലിയ ഷോക്കല്ല. ഒരു വലിയ വെളിച്ചമാണ്, ആ വെളിച്ചത്തിൽ കണ്ണിൽ ഇരുട്ട് കയറി ബാക്കിയെല്ലാം മറഞ്ഞു പോകും. അങ്ങനെയും സംഭവിക്കത്തില്ല. ഇവിടെ പറയുന്ന ആത്മദർശനം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. മറ്റെന്തെങ്കിലും അനുഭവങ്ങളായിരിക്കാം. മനസ്സ് അനന്തമാണ്. മനസ്സിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ പൊങ്ങി വരാം. ചിലത് വരുമ്പോൾ ഷോക്കടിക്കും, ചിലത് വരുമ്പോൾ പിന്നീട് ഷോക്ക് അടിക്കേണ്ടി വരും. അതെല്ലാം വേറെ കാര്യങ്ങൾ. മനസ്സിന്റെ ദർശനങ്ങളല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന മനസ്സും ഒരു ദൃഷ്ടിയാണ്. ഏതൊരു ദൃഷ്ടിയിൽ നിന്നാണോ മനസ്സിനെ മാറ്റാൻ കഴിയാത്തത് ആ ദൃഷ്ടി, അതാണ് തന്റെ സ്വരൂപം. സ്വസ്വരൂപമായിരിക്കുന്ന ഏതൊരു ദൃഷ്ടിയിലാണോ സർവ്വദൃഷ്ടികളും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തന്റെ സ്വരൂപമായിരിക്കുന്ന ആ ദൃഷ്ടി, ദൃഷ്ടാവിന്റെ ദൃഷ്ടിയുടെ ദൃഷ്ടാവ് അല്ലെങ്കിൽ ദൃഷ്ടിയുടെ ദൃഷ്ടി എന്ന് തന്നെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് തന്നെ സംബന്ധിച്ചുള്ള വാസ്തവമായ അറിവ് അല്ലെങ്കിൽ അനുഭവം, സാക്ഷാത്കാരം.
അല്ലാതെ വേറൊരു സാക്ഷാത്കാരം ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു വന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഊഹിക്കുന്ന തരത്തിലൊന്നും അല്ല സാക്ഷാത്കാരം. അത് എങ്ങനെയാണോ ശ്രുതി പറയുന്നത് വ്യക്തമായി ആ പറയുന്ന തരത്തിൽ തന്നെയാണ്. ആ ശ്രുതിയുടെ വ്യക്തത ശ്രോതാവിനുണ്ടായാൽ മതി. സാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള ഭ്രമം മാറും. അദ്വൈത സാക്ഷാത്കാരത്തെക്കുറിച്ചുള്ള ഭ്രമം മാറും. നിശ്ചയാത്മകമായ ബോധം, വ്യക്തമായ ബോധം, അതാണ് സാക്ഷാത്കാരം. ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് അതങ്ങനെ സാക്ഷാത്കാരമാകും. അല്ല, അത് സാക്ഷാത്കാരമല്ല. എന്തുകൊണ്ട്? അവിടെ സംശയം വന്നു. സാക്ഷാത്കാരത്തെ സംബന്ധിച്ചൊരു സംശയം വന്നു. അത് സാക്ഷാത്കാരമല്ല. അതെങ്ങനെയെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സാക്ഷാത്കാരമല്ല. അങ്ങനൊരു ചോദ്യം കൂടാതെ സ്വസ്വരൂപത്തെ ഒരുവൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത് വരുമ്പോൾ അത് വീണ്ടും വ്യക്തമാകും. സാക്ഷാത്കാരത്തിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലല്ലോ, എനിക്ക് മാറ്റമൊന്നും വന്നില്ലല്ലോ. മാറ്റം വന്നില്ലെങ്കിൽ സാക്ഷാത്കാരം വന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ എന്ത് മാറ്റമാണ് ആഗ്രഹിക്കുന്നത്? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ത് മാറ്റം ആഗ്രഹിക്കുന്നു സാക്ഷാത്കാരത്തിന് ശേഷം? അത് ഇതുവരെ ഇല്ലാത്ത ഒരനുഭവം തന്നെ സംബന്ധിച്ച്. ശരി, ഇതുവരെ ഇല്ലാത്ത അനുഭവത്തെ ഇപ്പോൾ അറിയാൻ കഴിയും. അനുഭവിച്ചല്ലേ അറിയാൻ കഴിയും. മുൻകൂട്ടി അറിയാൻ വല്ല വഴിയുണ്ട്? ഇതുവരെ ഇല്ലാത്ത അനുഭവത്തെ മുൻകൂട്ടി അറിയാൻ പറ്റത്തില്ല. അത് അനുഭവിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റും. ഇതുവരെ ഇല്ലാത്ത അനുഭവം എന്ന് പറയുമ്പോൾ ആ അനുഭവത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതുവരെ ഇല്ലാത്ത അനുഭവം. ശ്രുതി ഈ പ്രയാസപ്പെടുന്നതെല്ലാം എന്താണ്? ആ അനുഭവത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ബോധ്യപ്പെടുമ്പോൾ ഇതുവരെ ഇല്ലാത്ത അനുഭവമല്ല, മറിച്ച് സദാ ഉള്ള അനുഭവമാണ്. നേരത്തെ പറഞ്ഞെന്താണ്? നിത്യ. ഇതുവരെ ഇല്ലാത്തതെന്നല്ല, സദാ ഉള്ളതെന്നാണ്. ഇതുവരെ ഇല്ലാത്തതെന്ന് പറയുന്നത് അത് ഭ്രാന്തി, സംശയം. അറിവ് ഈ ഭ്രാന്തി സംശയത്തെ എല്ലാം ദൂരീകരിക്കുന്നു. അപ്പൊ ഇതുവരെ ഇല്ലാത്ത അറിവ്, അങ്ങനെ ഒരു അറിവില്ല. നിത്യമായ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാലും അങ്ങനെയുള്ള ഒരു അറിവിനെ കുറിച്ചുള്ള ബോധം, ഈ പറയുന്ന സാക്ഷാത്കാരം അല്ലെങ്കിൽ നിശ്ചയരൂപത്തിലുള്ള ആ സാക്ഷാത്കാരം, അത് ഇതുവരെ ഇല്ലാതെ ഇപ്പോൾ ഉണ്ടാകുന്നതല്ലേ. അല്ല. എന്തുകൊണ്ട്? ആ നിശ്ചയത്തിൽ താൻ എന്താ ബോധിക്കുന്നത്? ആ ദൃഷ്ടി ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ല, അത് നിത്യമാണ് എന്നാ ബോധിക്കുന്നു. പിന്നെ ഇതുവരെ ഇല്ലാത്ത ഇനി എങ്ങനെ ഉണ്ടാകും? എന്നാലും ഒരു ശ്രവണ മനനങ്ങളുടെയൊക്കെ ഫലമായി ഉണ്ടാകുന്ന ഒരു അറിവ്, അങ്ങനെ ഒരു അറിവിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അത് ഉണ്ടാകുന്നതല്ലേ? അല്ല. അതിനെ പ്രതീക്ഷിക്കുന്നത് വരെ അതുണ്ടാകുന്നതാണ്. അതിനെ പ്രതീക്ഷിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതിന്റെ ഉത്പത്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതുണ്ടാകുന്നതാണ്. പക്ഷെ അറിവ്, അതാണ് നേരത്തെ പറഞ്ഞ എന്താണ്?
ആ ദൃഷ്ടി ആ ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ല എന്നുള്ള ബോധമാണ്. അപ്പം അതുണ്ടാകുന്നതല്ല, പ്രതീക്ഷിക്കുന്നത് വരെ അത് ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെയാണ് പിന്നെ ഈ അറിവുകൊണ്ട് എന്താ പ്രയോജനം? ഈ അജ്ഞാനാദി ദോഷങ്ങളെ അത് നിവർത്തിപ്പിക്കുന്നു. അത് നിവർത്തിക്കുമ്പോൾ ഉള്ള ബോധ്യപ്പെടലാണ് മനസ്സിലാകുന്ന എന്താണ്? ഇത് നിത്യമാണ് ഈ അറിവ്. താൻ തനിക്കായി വിശേഷിച്ച് മറ്റാർക്കും ഇല്ലാതെ തനിക്കായി ഉണ്ടായി എന്ന് കരുതുന്ന ആ അറിവ് ആ ദൃഷ്ടിയിൽ നിന്ന് അന്യമല്ലാത്തെങ്ങനെ ഉണ്ടാകും? താൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടായി എന്ന് കരുതുന്ന ആ അറിവും ആ ദൃഷ്ടിയിൽ നിന്ന് വേറെയല്ല, അതും ആ ദൃഷ്ടി തന്നെയാണ്. അപ്പോൾ അതുണ്ടായോ? സ്വരൂപത്തിന്റെ ആർക്ക് സൃഷ്ടിക്കാൻ കഴിയും? അങ്ങനെ അതിന്റെ വാസ്തവ ബോധത്തെ ഗ്രഹിക്കുന്നതിനെ കുറിച്ച് പറയും. അങ്ങനെ ഗ്രഹിക്കുന്നിടത്ത് പിന്നീട് ഇത്തരം സംശയങ്ങളോ അജ്ഞാനമോ അവശേഷിക്കുന്നില്ല. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദ്രഷ്ടാവ് ദൃഷ്ടി ദ്രഷ്ടാവ് ദൃഷ്ടി എന്നിങ്ങനെ മാറി മാറി ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത്. മറിച്ചൊരു പ്രത്യക്ഷം ഇവിടെ ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൻ. ഈ പ്രപഞ്ചത്തിൽ അനന്തമായ അനുഭവങ്ങളാണ് സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അന്തർമുഖമായി ഒരാൾ മറ്റെന്തെങ്കിലും അനുഭവങ്ങളെ അനുഭവിക്കുന്നെങ്കിൽ അതിന് അനന്തമായ അനുഭവത്തിനുള്ള സാധ്യത ബാഹ്യമായ പ്രപഞ്ചത്തെ ആശ്രയിക്കാതെ സ്വന്തം മനസ്സിലുമുണ്ട്. അതിനൊന്നും അല്ല ഇവിടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷം പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഇവിടെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്നാൽ ഇത് പ്രത്യക്ഷമാണ് താനും. അതിന്റെ പ്രയോജനം എന്താണ്? ഈ ഭ്രാന്തികളെ നിരാകരിക്കാതെ മാത്രം. ജ്ഞാനം എന്ന് പറയുന്ന ഒരു പുതിയ കൊമ്പ് മുളച്ച ആളല്ല ജ്ഞാനി. പിന്നെ അങ്ങനെ ഒരു സാധനവും കൊണ്ട് നടന്ന അവിടെ ദ്വൈതമായി. ജ്ഞാനിയും ജ്ഞാനിയുടെ ജ്ഞാനവും രണ്ടായി. അങ്ങനെ സംഭവിക്കുന്നില്ല. പക്ഷെ സംശയാദികൾ ദൂരീകരിക്കുന്ന ഒന്ന് അയാൾ സംഭവിക്കുന്നു. പക്ഷെ അതൊരിക്കലും അത് ഒരു ദ്വൈതബോധത്തിന് കാരണമായി തീരുന്നില്ല. അതുകൊണ്ട് പ്രത്യക്ഷം എന്നുള്ളതുകൊണ്ട് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന ഈ ദ്വൈതബോധത്തെയാണ്. നമ്മുടെ എല്ലാ പ്രത്യക്ഷങ്ങളും അതാണ്, ദ്വൈതബോധമാണ്. അതിന് സമാനമായൊരു പ്രത്യക്ഷം അല്ല ഇവിടെ പറയുന്നത്. സാക്ഷാത് അപരോക്ഷ. ഇവിടെ പറയുന്ന പ്രത്യക്ഷം എന്ന് പറയുന്നത് സ്വസ്വരൂപമായിരിക്കുന്ന അപരോക്ഷതയെക്കുറിച്ചാണ്. അവിടെ സംഭവിക്കുന്ന അജ്ഞാന നിവൃത്തിയെക്കുറിച്ചാണ്. ആ അജ്ഞാന നിവൃത്തിയിൽ അവിടെ പിന്നെ രണ്ടില്ല. ജ്ഞാനി ജ്ഞാനം, ദ്വൈതം അദ്വൈതം, ഇങ്ങനെയുള്ള ഭേദങ്ങളില്ല. പരോക്ഷം അപരോക്ഷം എന്നുള്ള ഭേദമില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിന് സമാധാനമാണ് ഇതുവരെ പറഞ്ഞത്. എന്താ ആത്മാവിനെ ഒന്ന് കാണിച്ചു തരാമോ? ആത്മാവിനെ കാണിച്ചു തരാം, പക്ഷെ ആ കാണൽ ഇങ്ങനെയായിരിക്കും. ഏവഞ്ച സതി ദൃഷ്ടിരേവ സ്വരൂപം അസ്യ അഗ്നിഔഷ്ണവന്ന കാണാദാദീനാമിവ ദൃഷ്ടിം വ്യതിരിക്തോ അന്യശ്ചേതനോ ദൃഷ്ട. അതുകൊണ്ട് ഈ ദൃഷ്ടാവിന്റെ സ്വരൂപമായിരിക്കുന്ന ദൃഷ്ടി, അതിൽ നിന്ന് വേറിട്ടൊരു ചേതനൻ, അറിയുന്നവൻ, സാക്ഷാത്കരിക്കുന്നവൻ, അങ്ങനെയൊന്നുമില്ല. ഇക്കാര്യത്തിലുള്ള സംശയാദികൾ നിവർത്തിപ്പിച്ചാൽ മാത്രം മതി.
ശാന്തി